ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് കുറേ പേര് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വെച്ചിട്ടുണ്ടായിരുന്നു ആസ് എ പ്രഗ്നൻറ്റ് വുമൺ. അപ്പം ഇന്ന് നമ്മുടെ തമ്മിലിൽ കണ്ട കണക്ക് ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റിട്ടുണ്ട്. രാവിലെ ഞാൻ ഒരു 6:30 എണീറ്റുന്നു. എന്നും എണീക്കത്തൊന്നുമില്ല. ഞാനൊരു 9 മണി അല്ലെങ്കിൽ 8:30, ഓരോ ദിവസം ഓരോ ടൈമിങ്ങാണ്. ചില സമയം 7 മണി, ചില സമയം 5 മണി, ആ സമയത്തൊക്കെ എണീക്കും. തൈറോയിഡിൻ്റെ ടാബ്ലറ്റ് എടുക്കാനുണ്ടായിരുന്നു. ഞാനതെടുത്ത്, അറിയാമല്ലോ തൈറോയ്ഡ് നമുക്ക് 1 അവർ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനിപ്പം 1 അവറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അന്ന് നമുക്ക് കറക്റ്റ് ആ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്ന ദിവസം തന്നെ നമ്മുടെ മാമിൻ്റെ മോൻ ഇന്ന് പുതിയ വണ്ടി എടുക്കാൻ പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പുനലൂർ വരെ പോകണം. അമ്മ എനിക്കുള്ള പാല് വന്നിട്ടുണ്ട്, അപ്പോൾ അത് എടുക്കാൻ പോകണം കേട്ടോ. ഇത് ഞാൻ തുടക്കം തൊട്ട് ചെയ്യുന്നതാണ് കേട്ടോ. എന്നൊന്നുമില്ല, എന്നാലും നടക്കാൻ ശ്രമിക്കും. നടത്തിയൊന്നും എപ്പോഴും എനിക്ക് ചില സമയങ്ങളിൽ നടക്കാൻ തോന്നുവാണ് ഞാൻ നടക്കും. ചില ദിവസങ്ങളിൽ എണീക്കുമ്പോഴേ ടയർഡായിരിക്കും. അപ്പോൾ പിന്നെ ഞാൻ നടക്കത്തില്ല. ഞാൻ ഇവിടെ കയറി 1 മണിക്കൂർ തൈറോയിഡിൻ്റെ ഗുളികയും വെച്ചിട്ട് ഇവിടെ കയറി ഇതാണ്. അതായത് ഞാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള ഈ ഡയറ്റും പെർഫെക്റ്റ് ആയിട്ടുള്ള എക്സസൈസും ഒന്നും ചെയ്യുന്ന ഒരാളേ അല്ല. ഓക്കെ, ഇന്നത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫിൽ ഞാൻ മാസത്തിൽ 4-5 വട്ടം ചെയ്യുന്ന വേറൊരു കാര്യം കൂടിയാണ്. ഇത് ബിബി വന്നിട്ടുണ്ട്, ലീവിന് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ കട്ടൻ കാപ്പി കൊണ്ട് എടുക്കുകയാണ് ഗൈസ്. നമ്മുടെ നാട്ടിൽ തേയില വെള്ളം എന്ന് പറയും. ബ്രേക്ക്ഫാസ്റ്റ് എന്ത്? ഞങ്ങൾക്ക് അപ്പവും കടലക്കറി. നിനക്ക് ഗോതമ്പ് ദോശ. അല്ല, എനിക്കും തപ്പമില്ലാത്തേ. അപ്പമല്ല, നമുക്ക് ഷുഗർ അല്ലേ, ഡയറ്റ് അല്ലേ. മോർണിംഗ് അരിയുടേത് കഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിക്കാൻ പാടില്ല, 2 നേരം നോക്കണം. ഇതാണ് വേറൊരു അവസ്ഥ. ഡോക്ടർ ഒരു നേരെ പറഞ്ഞിട്ടുള്ളൂ. എൻ്റെ ഡയറ്റ് പറഞ്ഞേക്കുന്നത് രാവിലെ നമുക്ക് ദോശ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ. അതും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഹൈ ഷുഗറായിട്ട് നിൽക്കുമ്പോൾ ഉള്ളൊരു ഡയറ്റിൻ്റെ ഒരു വീഡിയോ ചോദിച്ചിട്ടുണ്ട്. ഞാൻ അതും ചെയ്യുന്നതായിരിക്കും. ആ ടൈമിൽ ഞാൻ കറക്റ്റ് എന്തൊക്കെ കാര്യങ്ങൾ കഴിച്ചെന്ന് ഞാനത് പറയാം. ഇപ്പം ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്നത് ഒരു നേരം ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പം ദോശ ഇടലിയോ അപ്പോൾ എന്ത് വേണമെങ്കിലും കഴിക്കാം. പിന്നെ ഇവരും മാക്സിമം എന്നെ എങ്ങനെയൊക്കെ ഇങ്ങനെ ദ്രോഹിച്ച് കൊണ്ടുപോകാമോ അങ്ങനെയൊക്കെ ഇങ്ങനെ കൊണ്ടുപോകാണ്. എന്നാൽ അവർക്ക് എളുപ്പമുള്ള പണിയാണ് ഞാൻ പറയുന്നത്, എന്നാലും പറ്റത്തില്ല. ഇതെൻ്റെ മദേഴ്സ് പ്ലസ് ആണ് കേട്ടോ. പക്ഷേ ഇതിന് മധുരമൊന്നുമില്ല. ഞാൻ കരുതി ഇതിന് ഭയങ്കര മധുരമായിരിക്കുമെന്ന്. കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ പോയപ്പോൾ കിട്ടിയതാണ്. എനിക്ക് ഒക്കെ ഭയങ്കര ക്ഷീണം എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഹോർലിക്സ് എഴുതി തന്നു. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഹോർലിക്സ് ഒക്കെ തിന്നാലോ, വെറുതെ പൊടിയൊക്കെ എടുത്ത് സ്പൂൺ കൊണ്ട് തിന്നാലോ എന്നൊക്കെ കരുതിയത്. ഇതാണ് എൻ്റെ ന്യൂ മോംസ് മാജിക്. പെട്ടെന്ന് കുടിച്ച് ഞാൻ തീർക്കും. ഇപ്പം എൻ്റെ കഴിവെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പീഡാണ് എല്ലാത്തിനും. ഫുഡ് കഴിക്കാനാണെങ്കിലും എന്തെങ്കിലും കുടിക്കാനാണെങ്കിലും എല്ലാത്തിനും ഭയങ്കര സ്പീഡാണ്. ഭയങ്കര വിശപ്പാണ്, അതാണ് മെയിൻ. ഇതിലും സ്പീഡാവും കുഞ്ഞിങ്ങോട്ട് വന്നോട്ടെ. ഫുൾ നെഗറ്റീവാണ് ഗൈസ്. ഇന്ന് ചിങ്ങപ്പുലരിയിൽ ഇന്ന് അമ്മ ഫുൾ നെഗറ്റീവാണ് ഗൈസ്. ഇപ്പം എൻ്റെ ഏറ്റവും വലിയ ഒരു വിഷമം, എനിക്ക് ഡ്രസ്സിലിടാൻ ഒരുപാട് ഡ്രസ്സുണ്ട്. പക്ഷേ എനിക്കിപ്പം ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഡ്രസ്സുകളൊക്കെ ഇതിപ്പം ഞാൻ ബിബിയുടെ ഡ്രസ്സാണ് എടുത്തിട്ട് പുറത്ത് പോകുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഡ്രസ്സ് ഇല്ലാത്തതുകൊണ്ട് അത് വലിയൊരു കൺസേൺ ആണ്. ഈ പുറത്ത് പോകാൻ ടൈം ആകുമ്പോൾ എന്തിടും. ഇപ്പോൾ കുറേ ഈ അല്ലാണ്ടുള്ള ചുരിദാറുകളും അങ്ങനത്തെ ഒക്കെ ഉള്ളതൊക്കെ എനിക്ക് ഇടാൻ പറ്റത്തുള്ളൂ. പണ്ട് ഈ ബാഗി ജീൻസൊക്കെ ഇട്ടുകൊണ്ട് കറങ്ങി നടന്ന്, ഇനിയിപ്പോൾ അതൊന്നും പറ്റത്തില്ല. അപ്പോൾ ഇതിപ്പോൾ എല്ലാവർക്കും ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും ഈ ഒരു അവസ്ഥയിൽ പോകുന്നവർക്ക്. പ്രഗ്നൻസി ടൈമിൻ്റെ വീഡിയോസൊക്കെ ഇടുന്നതിന് നല്ല കമൻറ്റ്സ് വരുന്നുണ്ട്. അപ്പം അത് കൂടുതലും പ്രഗ്നൻറ്റ് വുമൻസ് ആണ് നമുക്ക് കമൻറ്റ്സ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും നമ്മുടെ ആ ഒരു ഡ്രസ്സിങ്. നമുക്ക് പോയിട്ട് വരാം. എൻ്റെ ഫേസ് കാണിക്കാത്ത മാമൻ്റെ മോൻ വണ്ടി എടുക്കാൻ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ വണ്ടിയെല്ലാം നോക്കി ഇതിനകത്തൊന്നും അല്ല കേട്ടോ, അകത്ത് വെച്ചേക്കുന്നുണ്ട്. സെക്കൻഡ് 1 ആയിരുന്നു. ഇപ്പം നമ്മൾ വണ്ടി എടുത്തിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് വിട്ടിട്ടുണ്ട് കേട്ടോ. അച്ഛൻ്റെ ബൈക്ക് എടുക്കാൻ പോയതുകൊണ്ട് ഞാൻ 2 അപ്പേ രാവിലെ കഴിച്ചുള്ളൂ. അപ്പം തിരിച്ചു വന്നപ്പോഴത്തേക്കും നമ്മുടെ വീടിൻ്റെ അപ്പുറത്തെ എന്തോ അവിടുത്തെ ചടങ്ങ് പ്രാർത്ഥന. അപ്പം അതിൻ്റെ അപ്പവും മുട്ടക്കറിയും പൊറോട്ടയും ഗ്രീൻ പീസ് കറി ഇത്രയും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊന്ന് പിന്നെയാണ്, എനിക്ക് നല്ല വിശപ്പുണ്ട്. ഇവിടെ നല്ല മഴയാണ്, ഭയങ്കര മഴ. അച്ചു പോയിട്ടുണ്ട്, അവൻ വണ്ടിയായിട്ട് പോയിട്ടുണ്ട്. നമുക്ക് ട്രീറ്റൊക്കെ തന്ന് വലിയ രീതിയിലില്ല, കാരണം നമ്മൾ ഓൾറെഡി വണ്ടി ബുക്ക് ചെയ്യാൻ ആ ഒരു ടൈമിലേ നമ്മൾ ട്രീറ്റൊക്കെ വാങ്ങിയിട്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഇന്ന് വലിയ രീതിയിൽ ട്രീറ്റൊന്നും ഇല്ല. എനിക്ക് ഷുഗർ ആയതുകൊണ്ട് ലഡ്ഡും ഇല്ല, എനിക്കൊരു എഗ് പഫ്സ് ആണ് കേട്ടോ. അവർക്കെല്ലാം അത് ലഡ്ഡു വാങ്ങിച്ചു കൊടുത്തു. കുക്കുവിന് ലഡ്ഡു കിട്ടിയോ? ലഡ്ഡു തിന്നോ?
ലഡു അല്ലല്ലോ നീ തിന്നത്, എഗ് പപ്സ് അല്ലേ തിന്നത്? ആ, ഞങ്ങൾ തിന്ന്. ഇനി ഞങ്ങൾക്ക് ഒന്ന് ഉറങ്ങണം. വീഡിയോ എടുക്കാനുണ്ട്, ഇനി വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്, പണികളുണ്ട് ഗൈസ്. കൂക്കു ഒരാഴ്ചയായിട്ട് സ്കൂളിൽ പോയിട്ടില്ല. എന്താ സ്കൂളിൽ പോവാതെ? പനിയായിരുന്നു ഞങ്ങൾക്ക്. മഴയത്ത് നമ്മുടെ റോ കിച്ചന് ഇതൊക്കെയാണ് ആക്ടിവിറ്റീസ്. വെള്ളം കുടിക്കാൻ കൊടുത്ത പാത്രം ഇങ്ങനെ ഇട്ട് ഫുട്ബോൾ അടിക്കുക, ഇതൊക്കെയാണ് ഇവിടെ. കുഞ്ചുവിടെ എഡിറ്റിങ്ങിലാണ്. എനിക്ക് ഒത്തിരി നേരമൊന്നും ഫോണിലൊന്നും ഞാൻ നോക്കിയിരിക്കാറില്ല. ഇപ്പോൾ ഈ ഒരു ഗർഭകാലഘട്ടത്തിൽ ഞാൻ അധികം ഫോൺ യൂസ് ചെയ്യാറില്ല. അപ്പോൾ കുഞ്ചുവാണ് കേട്ടോ എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. കുഞ്ചുവാണ് എഡിറ്റ് ചെയ്യുന്നത്. ഇന്ന് ഞാൻ സന്ധ്യാനാമം ചൊല്ലാൻ ഇരുന്നില്ല കേട്ടോ. ഇന്ന് ഞാൻ നല്ല ടയേർഡായിരുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇരുന്നില്ല. പിന്നെ ഇതിപ്പം എൻ്റെ കുഞ്ഞാവയ്ക്കുള്ള പ്രോട്ടീൻ പൗഡറാണ്. എനിക്കുള്ളത് നൈറ്റാണ് കേട്ടോ. നൈറ്റും രാവിലെ ഞാൻ മിൽക്കിനകത്ത് കലക്കി കുടിക്കും. ഇതൊരുമാതിരി ഒരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇത് വേറെ ഒന്നുമല്ല, നല്ല ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നിട്ട് എനിക്ക് സൂചി ഗോതമ്പിൻ്റെ കഞ്ഞി ഉണ്ടാക്കി തരാണ്. ഇത് ഷുഗർ ഉള്ളവർക്ക് നല്ലതാണ് കേട്ടോ ഈ കഞ്ഞി കുടിക്കുന്നത്. ഇവിടെ നമുക്ക് വേണ്ടിയിട്ട് ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കുകയാണ് കേട്ടോ. ഞാനൊരു ഷോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച. അപ്പം അതിനകത്ത് നിങ്ങളെല്ലാവരും പറഞ്ഞ മുരടൻ, കാലൻ, ഇത് ഇഷ്ടമല്ല, ഇതാണ്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. പ്രത്യേകിച്ച് ഒന്നുമില്ല ഗൈസ്. എൻ്റെ അടുത്ത് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാൻ ഇതുപോലെ കുറേ കഴിക്കുന്നത്, ഉറക്കുന്നത്, ഷോർട്സ് എഡിറ്റ് ചെയ്യുന്നതൊക്കെ ഉള്ളൂ. ഇത് അവർക്ക് വേണ്ടിയിട്ടുള്ള ഡിന്നറാണ് കേട്ടോ, അമ്മയ്ക്കും ബേബിക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ വളരെ എനിക്ക് കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ ചെയ്യാനുള്ളത്. റിപ്പീറ്റായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. ഫുഡ് കഴിക്കും, ചില സമയങ്ങളിൽ ഞാൻ ഉറങ്ങും, ബേബിയെ ചില സമയം ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ ഈവനിങ് ഇന്ന് ഫുൾ എഡിറ്റിങ്ങിൻ്റെ പരിപാടിയൊക്കെ ആയിരുന്നു, വീഡിയോ എടുക്കുന്നതിൻ്റെ തിരക്കൊക്കെ ആയിരുന്നു. എന്ത് നിൻ്റെ പ്രശ്നം? കിടന്ന് ഉറങ്ങിക്കോ, ഉറങ്ങാൻ സമയമായിട്ടുണ്ട്. നാളെ ഡ്യൂട്ടിക്ക് പോകണം. 2 ദിവസത്തെ ലീവൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അമ്മയുടെ ഇരിപ്പുണ്ട്. എന്തോന്നാ? ഒന്നുമില്ല. അപ്പം അടുത്തൊരു വ്ളോഗിൽ കാണുന്നിടം വരെ വി ആർ സൈനിങ് ഓഫ്.